ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത ലോകത്തിന് സന്തോഷം പകരുന്നതാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കും അമേരിക്കയ്ക്കും. കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന നാസയുടെ ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോറിനും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനും തിരിച്ചു വരാനുള്ള കളമൊരുങ്ങി. അമേരിക്കയിലെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 പേടകം ക്രൂ 10 മിഷന്റെ ഭാഗമായി 4 ബഹിരാകാശ യാത്രികരെയും കൊണ്ട് നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഇന്നലെ വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചിരുന്നു. നാസയുടെ ഈ പുതിയ ദൗത്യത്തിൽ 2 നാസ യാത്രികരും ജപ്പാന്റെയും റഷ്യയുടെയും ഓരോ യാത്രികരും ഉൾപ്പെടും. ഇനി അടുത്ത 6 മാസക്കാലത്തേക്ക് ഇവരായിരിക്കും ബഹിരാകാശ നിലയത്തിൽ കഴിയുക. നേരത്തെ ബുച്ച് വിൽമോറും സുനിത വില്യംസും വെറും 8 ദിവസത്തെ യാത്രയ്ക്കാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയതെങ്കിലും, അതായത് 2024 ജൂണിൽ അവർ സഞ്ചരിച്ച ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം തകരാറിലാവുകയും കഴിഞ്ഞ 9 മാസമായി തിരിച്ചു വരാനാകാതെ കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു. എന്നാൽ ബോയിങ് കമ്പനിക്ക് പേടകത്തിന്റെ തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ ഈ പ്രശ്നം രാഷ്ട്രീയമായും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. കാരണം അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ജോ ബൈഡൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ബഹിരാകാശ യാത്രികരെ സർക്കാർ ഉപേക്ഷിച്ചു എന്ന് പരാതിയും ഉന്നയിച്ചതോടെ ഈ പ്രശ്നം അമേരിക്കയിൽ ആളിക്കത്തുകയും പിന്നീട് ബോയിങ് കമ്പനിയും സ്പേസ് എക്സും തമ്മിലുള്ള മത്സരത്തിൽ ബോയിങ് കമ്പനി തോൽക്കാതിരിക്കാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ 2 യാത്രികരെയും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി സ്പേസ് എക്സ് കമ്പനി അയച്ചിരുന്ന പേടകത്തിൽ ഇവർ തിരിച്ചു വരുന്നത് നാസ വിലക്കുകയും ചെയ്തിരുന്നു. പഴയ ബൈഡൻ സർക്കാരിന് ബോയിങ്ങിനോടുള്ള താല്പര്യമായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന കാരണം. എന്നാൽ സ്പേസ് എക്സിന്റെ സഹായമില്ലാതെ യാത്രികരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ബോയിങ് കമ്പനി പലതവണ പരാജയപ്പെട്ടതോടെ വിൽമോറും സുനിതയും കഴിഞ്ഞ 9 മാസം അവിടെ കുടുങ്ങുകയായിരുന്നു. ഇതിനിടെ അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്തിരുന്നു. പിന്നീട് അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതോടെ സ്പേസ് എക്സ് കമ്പനിയുടെ സഹായത്തോടെ നാസ പുതിയ ദൗത്യം ആരംഭിക്കുകയായിരുന്നു. ഇത് ബോയിങ് കമ്പനിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെങ്കിലും തങ്ങളുടെ യാത്രികയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ നാസ വലിയ സന്തോഷത്തിലാണ്. ക്രൂ 10 ദൗത്യത്തിൽ 4 യാത്രക്കാരുമായി ഇന്നലെ വൈകിട്ട് 7 മണിക്ക് യാത്ര തിരിച്ച ഫാൽക്കൺ 9 റോക്കറ്റ് ഏകദേശം 28 മണിക്കൂറിന്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം ശനിയാഴ്ച രാത്രി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വിൽമോറും സുനിതയും എന്ന് ഭൂമിയിൽ തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ കൃത്യതയില്ലെങ്കിലും മിക്കവാറും മാർച്ച് 19 തന്നെ തിരിച്ചുവരവ് സാധ്യമാകുമെന്നും നാസ അറിയിച്ചു. US-ലെ പൈലറ്റ് നിക്കോളയേഴ്സ്, കമാൻഡർ ആനി മക്കെയിൻ, ജപ്പാനിലെ ജാക്സയിലെ മിഷൻ സ്പെഷ്യലിസ്റ്റായ തകുയ ഒനിഷി, റഷ്യയിലെ റോസ്കോസ്മോസിലെ കോസ്മോനട്ട് മിഷൻ സ്പെഷ്യലിസ്റ്റ് കിറിൽ പെസ്കോവ് എന്നിവരാണ് പുതിയ ദൗത്യസംഘത്തിലെ 4 പേർ. പേടകം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിയതോടെ ദൗത്യസംഘത്തിലെ മക്കെയിൻ സുരക്ഷിതമായി എത്തി എന്ന സന്ദേശം അയക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ അറ്റകുറ്റപ്പണികളും പലതരത്തിലുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളും നടത്തുകയുമായിരിക്കും അടുത്ത 6 മാസക്കാലത്തെ പുതിയ യാത്രികരുടെ ലക്ഷ്യം. അന്താരാഷ്ട്ര തലത്തിൽ ഈ അടുത്തിടെയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാണിജ്യപരമായ മത്സരങ്ങളും യുദ്ധഭീതിക്കുമിടയിൽ ഈ വാർത്ത ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്.